We thank God for that which God is speaking to us as His people. തന്റെ ജനമായി ദൈവം നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾക്കായിട്ട് നാം ദൈവത്തോട് നന്ദിയുള്ളവരാണ്. We see God's great love for us in these days. ഈ നാളുകളിൽ നമ്മോടുള്ള ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ നാം കാണുന്നുണ്ട്. In that which God is speaking to us, we see the love of God for each one of us. നമ്മിൽ ഓരോരുത്തരുമുള്ള ദൈവ സ്നേഹത്തെ ദൈവം സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. The love of God for the church of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയുടെ മേലുള്ള ദൈവ സ്നേഹത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. The wonderful way God led us in the closing of this morning session. I'm sure God truly met with us. He accepted our transactions we have done with the living God this morning. ഇന്ന് രാവിലെ സമയ മീറ്റിംഗിന്റെ അവസാനത്തിൽ ദൈവമുമ്പാകെ നാം ദൈവത്തോട് പറഞ്ഞ കാര്യങ്ങൾ ദൈവം സ്വീകരിക്കുകയും ദൈവം നമ്മെ സന്ധിക്കുകയും ചെയ്തെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. One of the reasons I believe tonight we could reach out to God and worship is because many things which were blocking the way have been blown away as we repented and turned to God. നാം മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ദൈവത്തിന് പ്രവർത്തിക്കുന്നതിന് തടസ്സമായി നിന്നിരുന്ന കാര്യങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വിടുവിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ. And I'm sure that as we remain sensitive and open for God's sovereign hand to work in our lives, I want to tell you, things are going to change and things are going to be better in our lives. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ നമ്മെ തുറന്നു വയ്ക്കുകയും ദൈവത്തിന്റെ പ്രവർത്തനത്തിന് നമ്മെ തുറന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ കാര്യങ്ങൾ ഇനും മേന്മയേറിയതായിരിക്കുമെന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു. Now we heard many precious counsels from God's word. ദൈവവചനത്തിൽ നിന്ന് പല വിലയേറിയ ആലോചനകളെയും നാം കേട്ടു. We heard one thing very clearly towards the end of the meditation. ഇന്നുള്ള ധ്യാനത്തിന്റെ അവസാനത്തിൽ ഒരു കാര്യം വ്യക്തമായി നാം കേട്ടു. We heard that the church is God's standard of righteousness. ദൈവത്തിന്റെ നീതിയുടെ മാനദണ്ഡമാണ് സഭയെന്ന് നാം കേട്ടു. God's church is the measuring rod of God for His judgments upon this earth. ഈ ഭൂമിയിലുള്ള ദൈവത്തിന്റെ ന്യായവിധിയുടെ അളവുകോലാണ് സഭ. We heard that it is the responsibility of the church to declare God's righteousness in this world. ഈ ലോകത്തിൽ ദൈവത്തിന്റെ നീതിയെ പ്രഖ്യാപിക്കുന്നത് സഭയുടെ ഉത്തരവാദിത്തമാണ്. We heard that Jesus Christ was God's righteous voice when He was upon this earth. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദൈവത്തിന്റെ നീതിയുള്ള ശബ്ദമായിരുന്നതാണെന്ന് നാം കേട്ടുവല്ലോ. And when He went to be with the Father, താൻ പിതാവിന്റെ അടുക്കൽ പോയപ്പോൾ He made a provision for us. ദൈവം നമുക്കായിട്ടൊരു വഴിയൊരുക്കി. He sent the Holy Spirit into this earth. താൻ തന്റെ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. That this righteous voice may continue in this earth. ഈ ഭൂമിയിൽ തന്റെ നീതിയുടെ ശബ്ദം തുടരുന്നതിനായി ദൈവം അങ്ങനെ ചെയ്തു. The abiding presence of the Holy Spirit, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആവസിക്കുന്ന സന്നിധാനം was to help His church on the earth to be the righteous voice. സഭയെ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ നീതിയുടെ ശബ്ദമായി മാറ്റി. Let us turn once again to the book of John chapter 16. വീണ്ടും നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് വരാം. The book of John chapter 16. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം and verse 8. അതിന്റെ 8-ാം വാക്യം. And when He is come, അവൻ വന്ന് He will reprove the world of sin and of righteousness and of judgment. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. This is the reason why the Holy Spirit is sent into this earth. ഈ ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് അയക്കപ്പെട്ടത് അതിനായിട്ടാണ്. He will reprove the world of sin and of righteousness and of judgment. ലോകത്തെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ ലോകത്തിന് ബോധം വരുത്തും. As we heard, the Holy Spirit is faithful to do this. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ കാര്യത്തെ ചെയ്യുന്നതിൽ വിശ്വസ്തനാണ്.
And as we heard, but the Holy Spirit must have a vessel to do this. എന്നാൽ പരിശുദ്ധാത്മാവിന് ഇത് ചെയ്യുന്നതിന് ഒരു പാത്രം ആവശ്യമാണ്. As we heard, we are the temple of the Holy Spirit. ഇന്ന് നാം കേട്ടതുപോലെ നാം ദൈവത്തിന്റെ ആലയമാകുന്നു. Where He would like to live ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുവാൻ ആഗ്രഹിക്കുന്ന and perform His righteous works. തന്റെ നീതിയുള്ള പ്രവൃത്തിയെ താൻ ചെയ്യേണ്ട പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നാം. It is through your life and my life അത് നിങ്ങളുടെ ജീവിതത്തിലൂടെയും എന്റെ ജീവിതത്തിലൂടെയുമാണ് ദൈവം അത് that ചെയ്യുന്നത്. God is going to reprove this world of sin and righteousness and His judgments. ദൈവം ഈ ലോകത്തെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് നിങ്ങളിലൂടെയും എന്നിലൂടെയുമാണ്. That is what the body of Christ is all about. അതാണ് കർത്താവിന്റെ ശരീരമായ സഭ. But how sad to see what people call the church today. ഇന്ന് സഭയെന്ന് ജനങ്ങൾ വിളിക്കുന്ന സഭയുടെ അവസ്ഥ എത്ര ദുഃഖകരമാണ്. It is no more a place where the Holy Spirit can speak and live and perform God's righteous works. ദേവനുടെ നീതിയുള്ള പ്രവൃത്തിയെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്ന ഒരു സ്ഥാനമായി ഇന്ന് സഭ കാണുന്നില്ല. His righteous judgments. തന്റെ ന്യായവിധിയുടെ ഒരു സ്ഥാനമായി അത് കാണുന്നില്ല. You know, the Lord desires the body of Christ to be walking in the same anointing in which the Son walked upon this earth. പുത്രൻ ഈ ഭൂമിയിൽ നടന്ന അതേ അഭിഷേകത്തിൽ തന്റെ സഭ നടക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. You know, that is the desire of God. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. That is what the body of Christ, where Christ is the head, is to do in the earth at this കർത്താവായ time. യേശു ക്രിസ്തു തലയായ സഭ തന്റെ ശരീരം അതാണ് ഈ ഭൂമിയിൽ ഈ സമയത്ത് ചെയ്യേണ്ടത്. So brothers and sisters, it is not a matter we talk about the body of Christ and do whatever we want to do. There must be an openness for us, for the Holy Spirit to come in and reprove us of sin in our own lives and His righteousness and His judgments, that we may become vessels unto God in these times. കർത്താവിന്റെ സഭയെന്ന് നാം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നതിൽ അർത്ഥമില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ബോധം വരുത്തുവാൻ നാം നമ്മുടെ മധ്യത്തിൽ നമ്മുടെ ജീവിതങ്ങൾ നാം അനുവദിക്കേണ്ടതുണ്ട്. I have heard many times brethren talk about body of Christ but have no clue what the body of Christ is all about. പലപ്പോഴും സഹോദരന്മാർ കർത്താവിന്റെ ശരീരമായ സഭയെ കുറിച്ചൊക്കെ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. എന്നാൽ സഭ എന്താണെന്നതിനെ കുറിച്ച് അവർക്ക് യാതൊരു അറിവുമില്ല. But I want to tell you, brothers and sisters, God will arise in the midst of His people. He will encounter His church in this hour and reprove her of sin and of righteousness and judgment of God, so that she might become a vessel in and through which God can reprove the world of sin and righteousness and His judgments. ഈ നാളുകളിൽ ദൈവം തന്റെ സഭയിൽ എഴുന്നേൽക്കുകയും തന്റെ ജനങ്ങളെ ദൈവം സന്ധിക്കുകയും ചെയ്ത് അവരെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ചും ബോധപ്പെടുത്തി ഈ ലോകത്തിന് പാപത്തെയും നീതിയെയും അതേപോലെ ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന ഒരു പാത്രമായി സഭയെ ദൈവം മാറ്റുവാൻ പോകുന്നു. Now when we turn to the book of 1 Corinthians chapter 6, നാം 1 കൊരിന്ത്യർ 6 അധ്യായത്തിലേക്ക് തിരിക്കുമ്പോൾ look at what Paul writes to the church in Corinth. കൊരിന്ത്യയിലുള്ള സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് എന്താണ് എഴുതുന്നതെന്ന് നോക്കുക. The book of 1 Corinthians chapter 6 1 and verse കൊരിന്ത്യർ 2. അതിന്റെ 6 അധ്യായം 2 വാക്യം. Do ye not know that the saints shall judge the world? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? And if the world shall be judged by you, are ye unworthy to judge the smallest matters? ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? This is what Paul wrote to the church in Corinth. കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് എഴുതിയത് ഇതാണ്. What a calling this church in Corinth had.
ഈ കൊരിന്ത്യ സഭയ്ക്ക് എത്ര വലിയൊരു വിളിയായിരുന്നു ഉണ്ടായിരുന്നത്. Again in verse 3, see what he says. മൂന്നാം വാക്യത്തിൽ തുടർന്ന് താൻ എന്താണ് പറയുന്നത് നോക്കുക. Knowing not that we shall judge angels. നാം ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? How much more things that pertain to this life. ഐഹിക കാര്യങ്ങളെ എത്രയധികം. And if then ye have judgments of things pertaining to this life, set them to judge who are least esteemed in the church. Verse 4. ഐഹിക കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരം ഉണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? You know, Paul makes it very clear to the church in Corinth. കൊരിന്ത്യയിലുള്ള സഭയോട് വളരെ വ്യക്തമായി അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നത് ഇതാണ്. He says, do you not know that the saints shall judge the world? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? Then he says, and if the world shall be judged by you, very specific. ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ Are ye unworthy to judge smallest matters? ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? Let me just read it from another translation. മറ്റേ പരിഭാഷയിൽ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. You know, when Paul wrote this letter to the Corinthian church, കൊരിന്ത്യ സഭയ്ക്ക് ഈ ലേഖനം പൗലോസ് എഴുതിയപ്പോൾ the church in Corinth was a divided house. കൊരിന്ത്യ സഭ ഒരു വിഭജിക്കപ്പെട്ട സഭയായിരുന്നു. There were divisions among them. ദൈവജനങ്ങളുടെ മധ്യത്തിൽ പിളർപ്പുണ്ടായിരുന്നു, ഭിന്നിപ്പുണ്ടായിരുന്നു. They were not walking in the same mind and same judgments. അവർ ഒരേ ചിന്തയിലും ഒരേ ചിന്തയുള്ളവരായിരുന്നില്ല. They were carnal and not spiritual people. അവർ ജഡീകരായിരുന്നു, ആത്മീയരായിരുന്നില്ല. Paul called the church in Corinth. He did not see them as spiritual people, but he saw them as carnal people. പൗലോസ് പറയുമ്പോൾ ഞാൻ നിങ്ങളെ ആത്മീയരായി കാണുന്നില്ല, ജഡീകരായത്രേ കാണുന്നത് എന്നാണ് താൻ പറയുന്നത്. Today, when a person is born again, baptized, and spirit-filled, and speak in tongues and prophesy, he is supposed to be a spiritual man. ഇന്ന് ഒരുവൻ അന്യഭാഷയിൽ സംസാരിക്കാൻ പ്രവചിക്കുകയും ഒക്കെ ചെയ്താൽ അവൻ ആത്മീയനാണെന്നാണ് അനേകർ കരുതുന്നത്. But the truth, as we read the book of Corinthians, is Paul did not consider the saints in Corinth to be spiritual people, though born again, baptized and filled with the Spirit, could speak in tongues and prophesy. He called them, you are carnal people. അവർ അന്യഭാഷയിൽ സംസാരിക്കുന്നവരും പ്രവചനം പറയുന്നവരൊക്കെ ആയിരുന്നെങ്കിൽ തന്നെ അവർ ആത്മീയരെന്നാൽ പൗലോസ് കരുതിയില്ല, എന്നാൽ ജഡീകരനാണെന്നാണ് താൻ അവരോട് പറയുന്നത്. Their natural man was ruling. They were not willing to go the way of the cross in their lives. അവരുടെ സ്വാഭാവിക മനുഷ്യനാണ് അവരെ നിയന്ത്രിച്ചത്. അവർ ക്രൂശിന്റെ വഴിയിൽ പോകുവാൻ ഒരുക്കമുള്ളവരായിരുന്നില്ല. And look at what Paul says. പൗലോസ് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. Saints, you do not understand that your calling involves that you are to be a people who will judge the world one day. That's your calling. ഒരു നാളിൽ നിങ്ങൾ ഈ ലോകത്തെ വിധിക്കേണ്ടവരാണ്. അതാണ് നിങ്ങൾക്കായിട്ടുള്ള ദൈവിക വിളി. You are called to be a people who will judge even the angels. ദൂതന്മാരെയും നിങ്ങൾ വിധിക്കേണ്ടവരാണ്. But how is that
you cannot judge even the smallest matters of your day-to-day life. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അനുദിന ജീവിതത്തിലുള്ള ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾക്ക് കഴിയാതിരിക്കുന്നത് എന്തുകൊണ്ട്? Let me read it from the Amplified New Testament. ഞാൻ ആംപ്ലിഫൈഡ് ന്യൂ ടെസ്റ്റ്മെന്റിൽ അത് വായിക്കുവാൻ Do ആഗ്രഹിക്കുന്നു. you not know that the saints, the believers, will one day judge and govern the world? ഒരു നാളിൽ വിശ്വാസികളും വിശുദ്ധന്മാരും ഈ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? And if the world itself is to be judged and ruled by you, ഈ ലോകം നിങ്ങളാൽ വിധിക്കപ്പെടുകയും നിങ്ങളാൽ ഭരിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ടെങ്കിൽ, are you unworthy and incompetent to try such petty matters of the smaller courts of justice? നീതിയുടെ ചെറിയ കോടതികളിലൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നതായ ചെറിയ ചെറിയ കാര്യങ്ങൾ വിധിപ്പാൻ നിങ്ങൾ കഴിവില്ലാത്തവരോ? Do you not know also that we Christians are to judge the very angels and pronounce opinion between right and wrong for them? ക്രിസ്തീയരായ നാം ദൂതന്മാർക്ക് തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കേണ്ടവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. How much more then as to matters pertaining to this world and of this life only? അങ്ങനെയാണെങ്കിൽ ഐഹിക കാര്യങ്ങളെ കുറിച്ച് എത്ര അധികം നാം ചെയ്യേണ്ടതുണ്ട്. You know, the Apostle Paul made one thing very clear to the Corinthian believers. ഒരു കാര്യത്തെ പൗലോസ് കൊരിന്ത്യ വിശ്വാസികൾക്ക് വ്യക്തമാക്കി. He made it very clear to them. Their calling is to judge the world and rule the world. ഈ ലോകത്തെ വിധിക്കുന്നു, ഈ ലോകത്തെ ഭരിക്കുന്നതുമാണ് അവരുടെ വിളിയെന്ന് പൗലോസ് അവരോട് വ്യക്തമാക്കി. And we know what happened to the church in Corinth. കൊരിന്ത്യയിലുള്ള സഭയിൽ എന്താണ് നടന്നതെന്ന് നമുക്ക്. The Apostle Paul did his best to help this church to go in the way of the Lord. കർത്താവിന്റെ വഴികളിൽ പോകുന്നതിനായിട്ട് പൗലോസ് ഈ സഭയെ he did his best. സഭയെ പ്രബോധിപ്പിക്കുന്നതിൽ തനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുന്നു അതെല്ലാം താൻ ചെയ്തു. All that he could do, he did by persuading them, writing. I bend my knee. You are my King, O Lord. Come dwell in me. I yield my heart. I bend my knee. Establish now thy throne in me. I yield my heart. I bend my knee. You are my King, O Lord. Come dwell in me. I yield my heart. I bend my knee. Establish now thy throne in me. I yield my heart. I bend my knee. You are my King, O Lord. Come dwell in me. I yield my heart. I bend my knee. You are